الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد ശബ്ദം സ്നേഹധന്യരായ സഹോദരങ്ങൾ എസ്എസ്എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ ധന്യമായ ഈ മുഹൂർത്തത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ വിപ്ലവം വസ്വത്ത് വസ്വത്തിന്റെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. മക്കയിൽ മലഞ്ചെരുവുകളിൽ ആട്ടി ഓടിക്കപ്പെട്ട് മദീനയിലെ തെരുവുകളിൽ അഭയം തേടിയ പ്രവാചകരെയും അനുചരരെയും ഖുറൈശികൾ അനുവദിച്ച് ഏറെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ പ്രതിരോധത്തിന് വേണ്ടി പടക്കളത്തിലിരുന്നവരാണ് ബദരി. യുദ്ധക്കളത്തിലല്ല, ശത്രുക്കൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിച്ചു. ഓ മുഹമ്മദിന്റെ അഹങ്കാരാണ് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. ഇതാ ഞങ്ങളുടെ വീരശൂരനായ പടയാളികൾ രംഗത്തെത്തി കഴിഞ്ഞു. ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എതിരിടാൻ? ആ സമയം മുഅവ്വദ് ഇബ്നു ഹാരിസ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ് യുദ്ധക്കളത്തിലേക്ക് മൂന്ന് അൻസ്വാരികളെ കണ്ട ശത്രുപട വിളിച്ചു പറഞ്ഞു. കേളുനി സുഗത വേണ്ടു ഗമനം വൈത്തവനെങ്കിൽ ക്ഷണം കേമിത്തവരി ജില്ലയിലകിപ്പോൾ പൊരുതുവതുക്കിരണം വാഴും മഴക്ക കുമ്പോൾ ഖുറാവിന് വന്നവരാകിടണം. ഭംഗിശകളിൽ നീ ഒരുത്തൻ ഭാവിത്തെടുത്തുള്ള ഗുണം ാകുമ്പോൾ വിറയണ്ടി രണ്ടാമോതിരികണ്ടും പണ്ടുള്ളവനാകും എന്നും കീളുപ്പൂവൽ പുഷ്കരമാകെ ചമയാൻ വൈത്തവനീനെത്തരുവാൾ വിട്ടൊരു സൂര്യാനെന്നും പണ്ടും പണ്ടേക്കാരും എന്നും കൊണ്ടേ മറ്റുമതൊന്നും പെണ്ണായും സാരം എന്നും ഭാരം മോളിൽ നിവയാൻ കാകൽകളെ പാടുമാറിത്ത് കൊണ്ടും ഭാരം മോളിൽ നിവയാൻ കാകൽകളെ പാടുമാറിത്ത് കൊണ്ടും രാജാധികാരത്തിൽ കുതിമൂത്ത മുഹമ്മദ്, നീയൊന്ന് കേൾക്കണം. അധികാരം ഞങ്ങൾക്ക് വേണ്ടത് പാവങ്ങളായ കർഷകരായ മദീനക്കാരെയല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒളിച്ചോടിയ മക്കളുകാരെയാണ്. മക്കയിൽ പുതിയൊരു ദൈവത്തെ കൊണ്ടുവന്ന് നീ ആളുകളെ ആഭിചാരം ചെയ്താലേ ഞങ്ങളുടെ കുടുംബ ബന്ധം നീ മുറിച്ചു, പാരമ്പര്യത്തെ നീ തല്ലിച്ചതച്ചു. അതിനെ എതിർത്തപ്പോൾ മദീനയിലേക്ക് ഒളിച്ചോടി. നല്ല വശ്യമായി സംസാരിച്ച നിന്റെ കഴിവിനെ മുൻനിർത്തി ഒരു ജനതയെ ഒന്നടങ്കം നീ വഴികളിലേക്ക് കഴിച്ചു. നിനക്ക് രക്ഷയില്ല. പാവങ്ങളായ മദീനക്കാരോട് ഞങ്ങൾക്ക് ദേശമില്ല. മക്കയിൽ നിന്നും ഒളിച്ചോടി അവരെ വിളിക്കൂ. ധൈര്യമുണ്ട് കണ്ടെത്തുവരാനും പറയൂ. വാക്ക് കേട്ട് മുന്തിമോണ്ട് സിംഹരാം മുന്നിലെ ഉബൈദത്തും ഹംസയും വഹൈദരാം വിധത്ത് രണ്ട് സൊപ്പിടക്കു ചെണ്ടു ഹാദിറാം ചീർമതം ധരിത്തുകൊണ്ട് ചോടയുടെ കാഫിറാ മഹാബിരത്ത മുറ്റകബു ചലികളേറായിര മസലടുക്ക് ഒങ്ങളാരടുക്കുമൈ മുഹാജിറ വികാരത്ത് ആക്കിടണ്ട നീർത്തറിയുമല്ലസര എങ്ങളും പിറന്തൊരാകും ഖുറാ. ശത്രുപക്ഷത്തു നിന്നും മുഹാജിറുകളെ വെല്ലുവിളിച്ചതും സദസ്സിൽ മൂന്ന് സിംഹങ്ങൾ ചാടിയടിച്ചു. കരുത്തനായ ഒന്നാമൻ കൂടൻ ഗജ കരുത്തുള്ള അതേ റസൂലുള്ളാഹിയുടെ നിഗർഭ്യനായ അബൂ ത്വാലിബിന്റെ പുത്രൻ നബിയുടെ പൊന്നുമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് തീർന്നില്ല. അന മദീനത്തിൽ ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണവും അതിന്റെ കവാടം അലിയാരി തങ്ങളുമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച സാക്ഷാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മൂന്നാമൻ വീരശൂരപരാക്രമിയായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു. പടർക്കളത്തിന്റെ മധ്യത്തിൽ മൂവരും നിലയുറപ്പിച്ചു. മൂന്ന് സിംഹങ്ങളെ മുന്നിൽ കണ്ട ശത്രുക്കൾ ചോദിച്ചു, വീരന്മാരെ പോലെ വരുന്നവരെ ആരാണ് നിങ്ങൾ? അവർ പ്രതികരിച്ചു, ഞങ്ങൾ കുടുംബവും സ്വത്തും ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറുകളാണ്. നിങ്ങൾ പരിഹസിക്കേണ്ട, ശക്തിയിലും ബലത്തിലും ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പരാണ്. കേട്ട് ശത്രുപക്ഷവും പറഞ്ഞു,
അതെ കരുത്തിലും തറവാടിത്തത്തിലും നമുക്കൊന്നവരാണ്. ഉടനെ അവരെ ജോഡികളിലായി യുദ്ധം തുടങ്ങി. മഹാനായ ഉബൈദത്തുബിനോടും ധീരനായ ഹംസ റളിയല്ലാഹു അൻഹു സൈഫത്തിനോടും അത്ഭുത സിദ്ധിയായ അലിയാരി തങ്ങൾ വലീദിനോടും ഏറ്റുമുട്ടി. യുദ്ധത്തിന്റെ തീവ്രതയിൽ ഇരുവിഭാഗവും പരിഭ്രമിക്കാൻ തുടങ്ങി. ഇരുപുറം തണിയറിനാൻ ഇലക്കവെ ഇഴൽ ഹംസ ശൈബത്തുമായി ഇലക്കവെ ഉരമരികളിൽ ഹംസത്താൽ അടുക്കവെ ഒരു വെട്ട് കൊടയുടനെ തടോക്കവേ ഈരമുത്തിക്കൂടെ ശൈവത്തേക കുത്തിത്താല ശിത്തത്തേരി ഹംസത്താല പടുകാൻ താഴെടുത്തിട്ടോ തടുത്ത് തടവോട്ടു നീട്ടും അടവോട്ടു ചാട്ടും കടമിട കടൽക്കൊട്ടു തുടർവിന്റെ കടുകട കടുപെടും പിന്നെ മലപാടുമെത്തിര ചോടുരയിൽ കരിശനമാ യുദ്ധം കൊണ്ടും വെട്ടുകളും കുത്തുകളും ചൂട്ടുകളും ഊട്ടുമടലികളും അന്തരീക്ഷം പൊടി പടലി വാളുകൾ വാളുകയൊടിച്ചുകൊണ്ടിരിച്ചുകൊണ്ടിരും കിടക്ക് ആടനാദങ്ങൾ ഉയരുന്നു. ഇരമ്പിയാത്ത ആക്രമണങ്ങൾക്കൊടുവിൽ ധീരനായ ഹംസ റളിയല്ലാഹു അൻഹു സൈഫത്തിന്റെ ശരീരം നെടുകയറ്റി ഈ പാറുന്ന ചോട്ടും ചാഞ്ഞുവിച്ചിലും വലീദിന്റെ ആർത്തനാദം കണ്ടതും അലിയാരി നെഞ്ചു വിരിച്ചു മണ്ണഹസിച്ചു. അല്പം പ്രായം കൂടിയ ഉത്തുബത്തുമായി പോരാട്ടം തുടർന്നു. അപ്പോൾ ചതിപ്രയോഗത്തിലൂടെ ഇത് കണ്ട ഹംസ റളിയല്ലാഹു അൻഹു അലിയാരി തങ്ങൾ ഉത്തുബത്തിനെ ചീറിയെടുത്തു. അയാളെ വകവരുത്തി ഉബൈദത്തിനെ വാരിയെടുത്ത് പ്രവാചകരുടെ തമ്മിലേക്ക് നടത്തു. പൂകളും ഹബീബുള്ള തിരുമുമ്പത്തി ചൂടത്തെ ഉബൈദത്തെ എടുത്തതമ്മ ചോരിന്ന് വരും പശി ഒളുകൈതമ്മ ഹബീബിന്റെ മഹനീയ സാന്നിധ്യത്തിൽ രക്തം വാർത്തൊലിവായ ശരീരവുമായി ഉബൈദത്ത് റളിയല്ലാഹു അൻഹു കിടന്നു. കിടന്നിറക്കുന്ന ചട്ടുകളുമായി ഉബൈദത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കരളിന്റെ കഷ്ണമായ ഹബീബേ, യുദ്ധത്തിൽ രക്തസാക്ഷിത്വം ആത്മസവനാണ് ഞാൻ. പക്ഷേ യുദ്ധക്കളത്തിൽ നിന്നും പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ പെടുമോ നബിയേ? ആ സമയം കണ്ണുകളിൽ കടച്ചിരിച്ച അംശം മറച്ചു മറുപടി പറഞ്ഞു, രക്തസാക്ഷിത്വം നീ സ്വർഗീയ രക്തസാക്ഷികളിൽ ഉൾപ്പെട്ടവർ. ആ സമയം പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് കണ്ണുകളടച്ചു. ഇസ്ലാമിന്റെ പ്രഥമ ധർമ്മസമരത്തിലെ ആദ്യ രക്തസാക്ഷി പ്രിയമുള്ളവരെ, ബദരീങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ദീനില്ല. എല്ലാം ബദരീങ്ങളാണ്. സ്വന്തം നാടും വീടും കുടുംബവും സ്വത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ ഈ ചൂളയിൽ കിടന്നുകൊണ്ട് ഈ വേണ്ടി സ്വജീവിതം സമർപ്പിച്ചവരാണ് ബദരീങ്ങൾ. അവരുൾക്കൊള്ളുന്ന ശുഹദാദിനെക്കുറിച്ച് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ശുഹദാദിനെക്കുറിച്ച് അവർ മരിച്ചുവെന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്.
അവർ അള്ളാഹുവിന്റെ അന്യ ജീവിതം നയിക്കുന്നവരാണ്. അവർ നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തേടിയാൽ ആ ദുആ അള്ളാഹു തട്ടിക്കളയുകയില്ലെന്ന് പൂർവികരായ ഇമാമികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നതായി കാണാൻ. ബദരീങ്ങളെ നിർത്തിക്കൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനോട് തേടിയാൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ബദരീങ്ങളുടെ മദദ് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാനിന്റെ ശക്തി വർദ്ധിപ്പിച്ചു വരുമാറാവട്ടെ. നാളെ സ്വർഗീയ ലോകത്ത് അവരോട് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക. സഅദ സ്വദേശി അസോസിയേഷൻ നടത്തുന്ന പ്രവചന മത്സരം ഉത്തരങ്ങൾ എഴുതിയ കൂപ്പൺ 11 മണിക്ക് മുമ്പ് IPV ബുക്ക് ഫെയറിൽ സ്ഥാപിച്ച ബോക്സിൽ നിക്ഷേപിക്കേണ്ടതാണ്. വേദി 2 ഹയർ സെക്കൻഡറി മലയാള പ്രസംഗം, വേദി 3 ക്യാമ്പസ് ഇംഗ്ലീഷ് പ്രസംഗം, വേദി 4 ജൂനിയർ ഇംഗ്ലീഷ് റീഡിംഗ്,